ഈ ഐഡിയോളജിക്കൽ ക്ലാഷ് ആയിരുന്നു JKയും നിങ്ങളും തമ്മിൽ എന്നേക്കുമായി വേർപിരിയാൻ കാരണമായത്? അല്ല, ഞങ്ങൾക്കിടയിൽ വീണ തീപ്പൊരി ഊതിക്കത്തിച്ചത് ഡൽഹിയിൽ നടന്ന കൂട്ടക്കൊലയിൽ നിരാലംബരായ സ്ത്രീകളായിരുന്നു. ഒരിക്കൽ എന്റെ സഹപ്രവർത്തക അംബിക ആ സ്ത്രീകളുടെ രോഷത്തിന് ഇരയാകേണ്ടി വന്നു. മഹിളകളുടെ ദുഃഖത്തെപ്പറ്റി നിങ്ങൾ അറിയാതെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഞങ്ങളുടെ ആളുകളെ മുഴുവൻ നിങ്ങൾ കശാപ്പ് ചെയ്തു. ഒരു അന്വേഷണം പോലും ഇതുവരെ നടത്തിയിട്ടില്ല. ഈ കൂട്ടക്കൊലകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകളെ കണ്ടുപിടിക്കുന്നതിന് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താൻ എന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. വർക്കിംഗ് കമ്മിറ്റിയിൽ ഗുരുതരമായ ഒരു പ്രശ്നം എനിക്ക് അവതരിപ്പിക്കാനുണ്ട്. ഡൽഹിയിൽ മുൻപ് നടന്ന രാഷ്ട്രീയ ദുരന്തത്തിന്റെ പേരിൽ പുരുഷന്മാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ഒരു സമുദായത്തിലെ വിധവകളും അമ്മമാരും അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങളും നീതിക്ക് വേണ്ടി സമരമുഖത്താണ്. അവരുടെ കണ്ണുനീരിന് പാർട്ടിക്ക് എന്ത് സമാധാനമാണ് സാർ പറയാനുള്ളത്? ഇന്നിവിടെ കൂടിയിരിക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കാനാണ്, അല്ലാതെ സ്ത്രീകളുടെ കണ്ണുനീര് തുടയ്ക്കാനല്ല. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തന്നെയാണ് സാർ നമ്മുടെ നാടിന്റെ ശാപം. ഇനി ആ പേരും പറഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട ആ സ്ത്രീകളെ ഇങ്ങനെ എഴുതി തള്ളരുത്. കലാപത്തിനും കൂട്ടക്കൊലയ്ക്കും ഉത്തരവാദികളായവരെ നമ്മുടെ പാർട്ടി സംരക്ഷിക്കുന്നുവെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. അതെ സാർ. ഓഹോ, അങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് പോയി കടലിൽ ചാടാൻ പറ്റുമോ? ഇങ്ങനെ പോയാൽ വലിയ താമസം ഇല്ലാതെ തന്നെ മാങ്കുടി സാർ കടലിൽ ചാടേണ്ടി വരും. ജനവികാരം പാർട്ടി കണ്ടില്ലെന്ന് നടിച്ചാൽ ആ സ്ത്രീകളുടെ കണ്ണുനീരിൽ നമ്മുടെ ഈ ശംഖ് ഉടഞ്ഞു തകർന്നു പോകും. ജനരോഷത്തിന്റെ അഗ്നിയില് ഇവിടെ കുറെ ഈയാമ്പാറ്റകൾ ചത്തു. അതിനെക്കുറിച്ച് എന്തോന്ന് അന്വേഷിക്കാൻ? 100 കണക്കിന് ജീവൻ ബലി കൊടുത്ത കൂട്ടക്കൊലയെ കുറിച്ച് ഇത്ര ലാഘവത്തോടെ സംസാരിക്കാൻ അങ്ങേക്ക് ലജ്ജയില്ലേ? താനെന്താ പറയുന്നത്? പാർട്ടിയുടെ നയങ്ങൾക്കെതിരെ ഈയിടെ താങ്കൾ കുറെ കൂവുന്നുണ്ട്. അച്ചടക്ക ലംഘനം തുടർന്നാൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ ഞാൻ നിർബന്ധിതനാകും. ദിസ് ഈസ് ദ ഫസ്റ്റ് വാർണിംഗ് ഫോർ യു. ഇതൊരു ഫൈനൽ വാർണിംഗ് ആയിട്ട് എടുക്കാനും എനിക്ക് മടിയൊന്നുമില്ല. പുറത്താക്കുമെന്ന് ഓലപ്പാമ്പ് കാണിച്ച് സാർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ഇങ്ങനെ വരട്ടരുത്. Shut up! അച്ചടക്കത്തിന്റെ പേരിൽ കണ്ണും കാതും വായും മൂടിക്കെട്ടി മുട്ടിലഴയാൻ ഞങ്ങളെ കിട്ടില്ല. ജനാധിപത്യത്തെ പറ്റി മൈതാന പ്രസംഗം നടത്തുന്ന സാറ് പാർട്ടിക്കുള്ളിൽ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നടത്താൻ അനുവദിക്കാത്ത ഏകാധിപതിയായി തരം താഴുന്നു. മിസ്റ്റർ JK, ഈ അഭിപ്രായം ഇതിനു മുമ്പ് ഞാനും ഉന്നയിച്ചിട്ടുള്ളതാ. യു ഷട്ട് അപ്പ്. പാർട്ടിയുടെ ഡിസിപ്ലിൻ അനുസരിക്കാൻ തനിക്ക് വയ്യെങ്കിൽ രാജിവെച്ച് പുറത്തു പോകൂ. പോകാം, പക്ഷേ എനിക്ക് മുന്നിൽ ഒരു മൈക്ക് സെറ്റ് ഉണ്ടാവും. എന്റെ മുന്നിൽ കൂടാനും 10 പേരുണ്ടാകും. Get out, Mr. President. നിഷേധിക്കപ്പെട്ട നീതിക്ക് വേണ്ടി നാളെ പാർലമെന്റിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുന്ന സ്ത്രീകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഞാനും അംബികയുമായിരിക്കും. നമ്മൾ എന്തിനു വാലാട്ടി പട്ടികളായി ഇയാളുടെ പാർട്ടിയിൽ നിൽക്കണം? നമുക്ക് പുറത്തു പോകാം. പുതിയൊരു പാർട്ടി. പുതിയ പാർട്ടി ഒരിക്കലും ഒരു പരിഹാരമല്ല. കൂത്താടികളെ പോലെ മുട്ടയിട്ട് പെരുകുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ വൃത്തികെട്ട സർക്കസിന് ചായം തേച്ച കീറപ്പഴന്തുണിയുടെ ഒരു പതാക കൂടി ഇനി ഇവിടെ ഉണ്ടാവരുത്. ഈ ഏകാധിപതിയുടെയും സ്തുതിപാഠക വൃന്ദത്തിന്റെയും പിടിയിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കാനുള്ള ഒരു പോരാട്ടമാണ് ആവശ്യം. നാളെ പാർലമെന്റിന് മുന്നിൽ നമ്മൾ നടത്തുന്ന സത്യാഗ്രഹം നമ്മുടെ യത്നത്തിന് തുടക്കമാണ്. ഇനി പാർട്ടിയുടെ ശംഖ് വിളിക്കേണ്ടത് സിദ്ധാർത്ഥയാണ്. പാർട്ടിയെ ശുദ്ധീകരിക്കാനുള്ള ഈ തിരുത്തൽ പ്രസ്ഥാനത്തിന് ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണ് ആവശ്യം. നമുക്കൊരുമിച്ച് ഈ കൊടി ഉയർത്തിപ്പിടിക്കാം. മതിയാക്കും മക്കളെ. ആദർശത്തിന് വേണ്ടി പോരാടാൻ ഇറങ്ങുന്നതൊക്കെ കൊള്ളാം. സൂക്ഷിക്കണേ.
സപ്രപഞ്ചത്തിൽ ഇരിക്കാൻ നിങ്ങൾ അർഹനല്ല. പൊളിറ്റിക്സിനെ ക്രിമിനലൈസേഷന്റെ പര്യായമാക്കിയ നിങ്ങളുടെ മഞ്ഞയിൽ വിശുദ്ധിയുടെ ശംഖല്ല വേണ്ടത്, തലയോട്ടിയും തോക്കും. പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ ഈ രക്തത്തിന് ഒരു ജന്മം മുഴുവൻ താൻ കണക്ക് പറയേണ്ടി വരും. സത്യം. തന്നെ പൊളിച്ചെഴുതാനുള്ള യജ്ഞം ഞാൻ ഇവിടെ തുടങ്ങുന്നു. പാർട്ടിയുടെ രാഷ്ട്രീയ മൂല്യം എന്താണ്? 3 എമ്മുകളുടെ സംയോഗം: മണി പവർ, മസിൽ പവർ ആൻഡ് മിനിസ്റ്റർ പവർ. ഈ ക്രൈം സിൻഡിക്കേറ്റിന്റെ പ്രസിഡന്റായ ജ്യോതി കൃഷ്ണ ഒന്ന് മനസ്സിലാക്കണം. ഈ തെണ്ടിയൊക്കെ പിടിച്ച് കൊമ്പത്തിരുത്തിയപ്പോ ഓർക്കണമായിരുന്നു. ഇതിനെതിരെ നിങ്ങൾക്കെതിരായി ഞാൻ അണിനിരത്തും. ഞാൻ അവർക്ക് കാട്ടിക്കൊടുക്കും. ഈ അശ്വമേധത്തിൽ JK തോൽക്കില്ല. Thank you. Hi. Are you surprised? Many happy returns of the day. Thank you. അംബിക ഇപ്പോഴും എന്നെ വിട്ടുപോയി എന്ന് ഞാൻ കരുതുന്നില്ല. പാർട്ടിയുടെ വാതിലുകൾ നിനക്ക് വേണ്ടി എന്നും തുറന്നു കിടക്കും. ഈ മധുരം എനിക്ക് കയ്പാണ്. നേതാവേ, എന്താണോ തന്റെ പദയാത്ര? Good evening. Many happy returns of the day. Thank you. ഹലോ സിദ്ധാർത്ഥ്. नमस्ते जी. हाँ जयशंकर जी, कैसे हैं आप? अच्छा. കൂടെ കൊണ്ടു നടന്ന് മുദ്രാവാക്യം വിളിപ്പിച്ച പെണ്ണിന് ഗർഭമുണ്ടാക്കി വെച്ച് തലയിൽ നിന്നൊഴിവാക്കാൻ ബോംബ് വെച്ച് കൊന്ന് നീയാനോടാ ഈ യുവതുർക്കി? നീ എന്നെ കൊണ്ട് തന്നെ ആ ബോംബ് ചുമപ്പിച്ചു. തെണ്ടി, ഒരു തലമുറയുടെ പാഠപുസ്തകത്തിൽ നിന്നെ കൊത്തിവെച്ചവനാണ് ഞാൻ. നീ എന്നെ ചതിച്ചു. നിന്റെ കൊലക്കയറ് കണ്ട് ഒരു തുള്ളി കണ്ണുനീർ ധർമ്മന്റെ കണ്ണിൽ നിന്നുണ്ടാവില്ല. ഇനി ആദർശം എന്റെ വഴിയല്ല. ഈ അഴുക്കിന് ഉത്തരവാദി നീയാണ്. Shut up, you bloody cheat! എന്റെ പൊളിറ്റിക്കൽ കരിയർ അവിടെ അവസാനിച്ചു. എനിക്കൊന്നിലേ ദുഃഖമുള്ളൂ. ആ സംഭവത്തോടെ എന്റെ അമ്മ ഒരു പാർക്കിൻസൺസ് രോഗിയായി മാറി. സംഭവത്തിന്റെ സാക്ഷ്യങ്ങളായ വീഡിയോ ടേപ്പും സ്പോട്ടിൽ നിന്നും ശേഖരിച്ച എക്സ്പ്ലോസീവ് മെറ്റീരിയൽസും നിങ്ങൾ കൊടുത്ത അതേ സ്വീറ്റ് ബോക്സ് തന്നെയാണ് ബ്ലാസ്റ്റ് ചെയ്തത് എന്നതിന്റെ തെളിവുകളാണല്ലോ. നിങ്ങളുടെ പദയാത്ര വരെ കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ എവിടെ? ചിലരെന്നെ വിശ്വസിച്ചു, ചിലർ അവിശ്വസിച്ചു. അംബിക നിങ്ങളെ വിശ്വസിച്ചിരുന്നു. ഒരു സഹപ്രവർത്തകയ്ക്കപ്പുറം ഭാര്യയാകാൻ കൂടി അവരാഗ്രഹിച്ചിരുന്നു. നിങ്ങൾ അവൾക്ക് സമ്മാനിച്ച ആനവാൽ മോതിരം, വെള്ളച്ചാട്ടത്തിൽ ഒരുമിച്ചുള്ള കുളി, പദയാത്രക്കിടയിൽ ഹോട്ടൽ മുറികളിൽ ഒരുമിച്ചുറക്കം, ഇതെല്ലാം നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവുകളല്ലേ? എന്തുകൊണ്ട് അംബിക നിങ്ങളിൽ നിന്നും ഗർഭം ധരിച്ചുകൂടാ? ഒരു പെണ്ണിന് മോതിരം കൊടുത്താൽ വയറ്റിലുണ്ടാവോടി? ഒരുമിച്ചൊരു വെള്ളച്ചാട്ടത്തിൽ കുളിച്ചാൽ വയറ്റിലുണ്ടാവോ? നിന്റെ ആത്മാർത്ഥത അഭിനയമായിരുന്നു അല്ലേ? 1000 വട്ടം ചവച്ച് തുപ്പിയ എന്റെ കഥ വീണ്ടും ഛർദിപ്പിക്കാനുള്ള നിന്റെ തന്ത്രം ഇനി ഞാൻ നിന്നെ വിശ്വസിക്കില്ല. You have dissed me. എന്നെ തകർത്തവരുടെ ചാരനാണ് നീ. You are a spy. നിന്നെ ഞാൻ ജാക്സൺ, അംബിയുടെ കാര്യം വളരെ നാടകീയമായി ഞാൻ എടുത്തിട്ടപ്പോ അയാളുടെ പ്രതികരണം ശ്രദ്ധിച്ചോ? യെസ് മാഡം, അയാൾ വളരെ വയലന്റായി. അയാളുടെ കണ്ണുകളിലെ ഇന്നസെൻസിൽ
എനിക്കെന്തോ ഒരു വിശ്വാസം. ഇത്രയും കാലമായിട്ടും ഇവരുടെ ബിലോങ്ങിങ്സ് ഒന്നും ആരും ക്ലെയിം ചെയ്തില്ലേ? വീടുമായി ആ കുട്ടിക്ക് വലിയ ബന്ധമുണ്ടായിരുന്നില്ല. അമ്മ ചെറുപ്പത്തിലേ മരിച്ചു. അച്ഛൻ വേറൊരു സ്ത്രീയുമായി ഒരുമിച്ച് ജീവിക്കുക. അതുകൊണ്ട് തന്നെ അംബിക അയാളുമായി അത്ര രസത്തിലായിരുന്നില്ല. Suspected multiple ovarian cyst. Refer endocrinologist. കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അംബിക ലോധി ക്ലിനിക്കിലെ ഡോക്ടർ ജയലക്ഷ്മി കണ്ടിരുന്നു. മൾട്ടിപ്പിൾ ഓവറിയൻ സിസ്റ്റ് ഡൗട്ട് ചെയ്ത് ഒരു ഡീറ്റെയിൽ ടെസ്റ്റിന് റെഫർ ചെയ്തുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മിയെ കുറിച്ച പ്രിസ്ക്രിപ്ഷനാണിത്. സോ ഇറ്റ്സ് വെരി സീരിയസ്. യൂട്രസിൽ സിസ്റ്റുള്ള സ്ത്രീകൾ ഗർഭം ധരിക്കാൻ സാധ്യതയില്ല. ദേ വിൽ ഹാവ് ഓൾവേസ് ഇറഗുലർ പീരിയഡ്സ്. ബട്ട് പ്രിസ്ക്രിപ്ഷനിൽ ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. ആ കുട്ടി ടെസ്റ്റ് കണക്ട് ചെയ്ത് സിസ്റ്റ് കൺഫേം ചെയ്തോ എന്നാണ് അറിയേണ്ടത്. നീ ഡോക്ടർ ജയലക്ഷ്മിയായി ബന്ധപ്പെട്ടോ? അവരിപ്പോ കാനഡയിൽ സെറ്റിൽഡ് ആണ്. ഞാൻ ഫോണിൽ വിശദമായി സംസാരിച്ചു. ടെസ്റ്റിന് റെഫർ ചെയ്തതായി ഡോക്ടർ ഓർക്കുന്നുണ്ട്. പക്ഷെ റിസൾട്ടുമായി അവർ പിന്നെ ഡോക്ടറെ കണ്ടിട്ടില്ലത്രേ. അവര് ഡോക്ടറുടെ റെഗുലർ പേഷ്യന്റ് അല്ല. ഓ, ഇസ് ദാറ്റ് സോ? അഖില, ഡോക്ടർ ജയലക്ഷ്മി റെഫർ ചെയ്തേക്കാവുന്ന ലാബുകളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ചിലപ്പോ പഴയ റെക്കോർഡ്സിൽ വല്ല എൻട്രിയും കിട്ടും. ദാറ്റ് ഇസ് എ ട്രാജഡി സർ. ഡൽഹിയിലെ ലാബുകൾ മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കി. അംബിക ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതായിട്ട് ഒരു രേഖയുമില്ല. സർ, അംബിക കൊല്ലപ്പെട്ടത് 1994 ജാനുവരി 29. ഡോക്ടർ ജയലക്ഷ്മിയുടെ പ്രിസ്ക്രിപ്ഷന്റെ ഡേറ്റ് ജാനുവരി 19. ദാറ്റ്സ് എ മാറ്റർ ഓഫ് 10 days. ജനുവരി 19 യൂട്രസിൽ സിസ്റ്റ് ഉണ്ടെന്ന് ഡൗട്ട് ചെയ്യപ്പെട്ട സ്ത്രീ 29 എങ്ങനെ 2.5 മാസം ഗർഭിണിയാവും? ഡോണ്ട് യു ഫീൽ ഇറ്റ് ക്യൂരിയസ്? സർ, ഐ സ്ട്രോങ്ലി ഫീൽ അംബികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫാബ്രിക്കേറ്റഡ് ആണ്. Oh, come on, Akhila. Don't jump into conclusions. Certainly no, sir. ബട്ട് ഈ തുരുമ്പിലൊന്ന് പിടിച്ചു കയറാം എന്നൊരു തോന്നൽ. ഹലോ ഡോക്ടർ ചന്ദ്രാജി. Yes. I'm Akhila from CBI. What can I do for you? എനിക്ക് ഡോക്ടറോടൊന്ന് സംസാരിക്കണമായിരുന്നു. Can you come out? ഇവിടെ വെച്ച് സംസാരിച്ചോളൂ. ഓക്കെ. ഡോക്ടർ, 2 വർഷത്തിന് മുൻപ് ഒരു ഡെഡ് ബോഡി ഇവിടെ വന്നിരുന്നു. അംബിക രത്നത്തിന്റെ. ഡു യു റിമെമ്പർ? ഓ, ബോംബ് ബ്ലാസ്റ്റിൽ മരിച്ച യൂത്ത് ലീഡർ. ആ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് ഡോക്ടർ അല്ലേ? യെസ്. അവർ പ്രഗ്നന്റ് ആയിരുന്നു? യെസ്. ബ്ലാസ്റ്റിൽ അവളുടെ യൂട്രസിന് കുഴപ്പമൊന്നും സംഭവിച്ചിരുന്നില്ല. അതുകൊണ്ട് അവളുടെ ഫീറ്റസിന് 2.5 മാസം വളർച്ച ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവർ പ്രഗ്നന്റ് ആയിരുന്നു എന്നത് ഡോക്ടർക്ക് ഡെഫിനറ്റ് ആയിരുന്നു? What do you mean by that? You don't know Dr. Chandraji. Doctor for deaths, specialized in postmortem. Sorry, I am very busy. നമുക്ക് വീണ്ടും കാണാം. Could I speak to Dharmanji? Who's speaking? Dr. Chandraji. Sorry, doctor. Dharmanji has gone for a conference. Oh, shit. What?
ഹലോ ഹലോ, ഐ എം ബട്ടർഫ്ലൈ. കണ്ണാടിയിൽ മുഖം നോക്കി മുടി ചെയ്യണമെങ്കിൽ കൈയും തലയും പുറത്തിടരുത്. എടി പെണ്ണെ, അധികം പൊങ്ങി പറഞ്ഞാൽ ഇരുമ്പ് ചിത്രശലഭത്തിന്റെ ചിറകുരുകി ചാരമാവും. നിന്നെ ഏൽപ്പിച്ച് നിന്റെ പാർട്ടിക്കാരോട് പറഞ്ഞേര്. ശംഖിന്റെ പതാകയിൽ കാർക്കിച്ച് തുപ്പി ജനം നടുറോഡിലിട്ട് ചവിട്ടി തൂക്കുമെന്ന്. ശംഖിന്റെ പതാകയിൽ കാർക്കിച്ചു തുപ്പി ജനം നടുറോട്ടിലിട്ട് ചവിട്ടി തൂക്കുന്നത് അവള് കാണിച്ചു തരാമെന്ന്. 4 കിളിയെ ചുട്ടത് കൊണ്ടൊന്നും ഇരുമ്പ് ചിത്രശലഭത്തെ ഉരുക്കാമെന്ന് മാങ്കുഴിക്ക് തോന്നുന്നില്ല. സാർ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അവളിലൂടെ സിദ്ധാർത്ഥയ്ക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായാൽ ഈ എൻക്വയറി സുപ്രീം കോടതി നേരിട്ടെടുത്ത തീരുമാനമായതുകൊണ്ട് ഇനി അവൾക്കെതിരെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ സൂക്ഷിച്ചു